ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളുടെ എനർജി എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ഇത് കാണിക്കാൻ പാടില്ല. കാർഡ്സ് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയപ്പോൾ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഫീലിങ്സ് ഈ സമയത്തുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് 3 നമുക്ക് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഒരുപാട് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെയുള്ളൊരു ബന്ധമാണ് എന്നതാണ് നമുക്ക് മെയിനായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇവിടെ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ദി മൂൺ എനർജിയാണ്. പോരാത്തതിന് 5 ഓഫ് വാൺസിൻ്റെ എനർജിയും രണ്ടും ഒരുമിച്ചാണ്. അപ്പോൾ ഒരുപാട് ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഭയങ്കര മറ്റുള്ളവരുടെ ഇടപെടൽ കൂടുതലുമുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പേരുടെ ഇടപെടലാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു കണക്ഷനായിട്ട് നമുക്കിവിടെ കാണുന്നില്ല. അതായത് നിങ്ങൾ 2 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മറ്റുള്ളവരെ കൂടി ഇത് കൂടുതൽ ഇതാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലാത്ത ചിലർ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകാം. നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ചിലർ നിങ്ങളെ ഈ ഒരു ബന്ധത്തെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നോക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങൾ ഒറ്റിക്കൊടുക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം. ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. വ്യക്തി അതായത് വേറൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലെ 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്തേണ്ട ഒരു ചിന്താഗതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി കാണാൻ സാധിക്കുന്നത്. കുറച്ചൊരു എടുത്തുചാട്ടം കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ചൊരു ഇൻമെച്യൂർഡായിട്ടുള്ള വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. ഒരു തൊട്ടതിനും പിടിച്ചതിനും പെട്ടെന്ന് ആൾക്ക് ദേഷ്യം വരിക, അതുപോലെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് 8 ഓഫ് പെൻഡിക്കിൾസ്, അതുപോലെ 2 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി. ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പോലും നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ചില നേരം നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു മൈൻഡ് ഓക്കെ അല്ല, ബാലൻസിലേക്ക് വരുന്നില്ല നിങ്ങളുടെ മൈൻഡ്. അതാണ് കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ളത് ലവേഴ്സ് എനർജി, അത്രത്തോളം ഡീപ്പാണ് നിങ്ങളുടെ ബന്ധം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു വല്ലാത്തൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്താണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും വന്നിട്ടുണ്ട് 8 ഓഫ് പെൻഡിക്കിൾ. അപ്പോൾ ഒരുപാട് നിങ്ങൾ ഈ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിച്ചവരാണെന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പ് സ്നേഹമാണിത്. ഒരുപാട് ഈ ഒരു സ്നേഹബന്ധത്തിൽ രണ്ടുപേരും ഒരുപോലെ നിന്നിരുന്നു എന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസവും ഒക്കെ അർപ്പിച്ച് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മാക്സിമം നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ട്.
ഒരുപാട് ശ്രമം ഇപ്പോൾ പോലും അങ്ങനെയാണ് കാണുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ ഒരു ഫീലിങ്സ്, അതായത് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ആൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 2 കപ്സിൻ്റെ എനർജി, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ആൾക്ക് നിങ്ങളെ തന്നെ പാർട്ട്ണർ ആക്കണം എന്നുള്ള ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. പക്ഷെ ആൾ വേറൊരു കാര്യം കൂടി ആൾ ചിന്തിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതും ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കൺട്രോളിങ് എനർജി ആയിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആൾക്ക് അങ്ങനെ ഒരു എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെയാണ് ആൾക്ക് നിങ്ങൾ തന്നെയാണ് പാർട്ട്ണറായിട്ട് വേണ്ടതും. എന്നാൽ നിങ്ങൾ കുറച്ച് കൺട്രോളിങ് എനർജി ആയിട്ടാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ ആളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്നതാണ്. പോരാത്തതിന് നിങ്ങൾ എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കും. കൂടാതെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുക, ഭയങ്കര ഒരു ധൈര്യശാലിയായിട്ടും അവർ കാണുന്നുണ്ട്. ചിന്തിക്കുന്ന സമയത്ത് എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആളിപ്പോൾ എന്ത് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് കാരണമെന്ന്. ആൾ കള്ളം പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് ആൾ ആലോചിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. മനക്കെട്ടി വേണം, അല്ലെങ്കിൽ മനോധൈര്യം വേണം, അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രഗിൾ വേണം എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ ഇടപെടലും കാര്യങ്ങളും, ചില സാഹചര്യത്തിൽ ഫാമിലി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കടന്നു വരുന്നത് കേട്ടോ. നമുക്ക് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ നോ കോണ്ടാക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ആൾ ഹാപ്പിയാണ്, ആൾക്കൊരു കുഴപ്പമില്ല, ഹാപ്പിനെസ്സിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആൾക്ക് നിങ്ങളില്ലാതെ ആൾക്കൊരു എന്തോ ഒരു മൗനം ആൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുറമേ ഉള്ള ആളല്ല ഉള്ളിൽ ആൾക്കൊരു നിങ്ങളില്ലാത്തത് ആൾക്കത് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കത് മനസ്സിലാവില്ലെങ്കിലും ആളങ്ങനെയാണ്, അത് കാണിക്കുന്നുണ്ടാവില്ല. പുറമേ ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്കൊരു ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. നിങ്ങളില്ലാത്തത് ആൾക്കത് അറിയുന്നുണ്ട്. ഇവിടെ നിങ്ങളും അങ്ങനെ തന്നെയായിട്ട് കാണുന്നു. നിങ്ങളുടെ എനർജിയിലെല്ലാം 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയിൽ കൂടുന്നത്. അതായത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളാണ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾ കരിയറിലും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പോലെ തന്നെ നിങ്ങളുടെ കരിയറും നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. അതിലൊക്കെ ഓക്കെ ആയിട്ട് വരണം. നിങ്ങൾക്ക് ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കരിയർ. എന്നാൽ നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ കാണുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് വേണം. ഇനി ഇങ്ങനെ ഉണ്ടായാൽ പറ്റില്ല. ഇത് മുന്നോട്ടൊരു ബാലൻസിലേക്ക് എത്തണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വേൾഡാണ് ആളുടെ ചിന്തയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ആളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. യാതൊരു സംശയം വേണ്ട കേട്ടോ. നിങ്ങളുടെ വ്യക്തിനെ കുറിച്ച് നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം. അതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങളേ ഉള്ളൂ അവർക്ക് എന്നതാണ് കാണുന്നത്. അവർ ആക്ഷൻ എടുക്കും. എന്ത് പ്രശ്നം ഇനി നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും ഇവിടെ രണ്ടുപേർക്കും പിരിയാൻ സാധിക്കുന്നില്ല. നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്ന തന്നെ ഡബിളാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ശക്തമായ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പിന്നിലുണ്ട്. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിനെ ബ്ലാക്ക് മാജിക്കൽ ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാണ്ടാക്കാൻ ഇതിൽ ബ്ലാക്ക് മാജിക്കൽ എനർജിയുടെ ചെയ്ത് വെക്കുന്നവരുണ്ടാവും. ബ്ലാക്ക് മാജിക്കൽ, അതുപോലെ ആ ഒരു മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാവും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ
ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ നിങ്ങളുടെ ബന്ധത്തിൽ. അത് പറയുകയാണെങ്കിൽ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് മാജിക്കിലൊക്കെ ചെയ്ത് വെച്ച ആൾക്കാരെയും കാണുന്നുണ്ട് നിങ്ങളെ തമ്മിൽ. തീർത്തും നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും ഇത് പിരിയാൻ സാധിക്കില്ല. ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കായാലും നിങ്ങളുടെ വ്യക്തിക്കായാലും ഒരുപോലെയാണ്. രണ്ടുപേർക്കും രണ്ടുപേരില്ലാതെ ഈ ബന്ധം മുന്നോട്ട് പോകില്ല. ഇനി എന്ത് നോ കോണ്ടാക്റ്റ് ആയാലും നിങ്ങൾക്ക് നിങ്ങൾ വേണം, അവർക്കായാലും നിങ്ങളെ വേണം, നിങ്ങൾക്കായാലും അവരും വേണം. അപ്പോൾ പക്ഷേ ഇതിനെ ഇല്ലാണ്ടാക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്നവരെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധം ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാനും റെഡിയായിട്ടും ചിലർ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ തമ്മിൽ പക്ഷേ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കറിയാം അവർ ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടി. എന്ത് പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ എല്ലാമാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും. അത്തം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. വൈറ്റ് കളർ 22. ഉത്രം നക്ഷത്രം സെപ്റ്റംബർ 11 നിങ്ങൾ കാണുന്നുണ്ടാകും ഈ സമയത്ത്. തിരുവാതിര ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. എം ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എം ലോങ് ഹെയർ. ജൂലൈ കാർത്തിക എബ്രോഡ് യെല്ലോ കളർ. പൂരം ലെറ്റർ ജെ ആണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട നവംബർ മാസം ഉത്രട്ടാതി ലെറ്റർ എ. ബ്യൂട്ടീഷ്യൻ ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം. ലെറ്റർ എൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം. 28. ക്യൂ വൈറ്റ് ബട്ടർഫ്ലൈസ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ റെഡ് കളർ. തിരുവാതിര കൊല്ലം. മകം ഗൾഫ് രാജ്യത്തുള്ളവരായിരിക്കാം. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ രണ്ടുപേരും ഗൾഫിലാകാനും സാധ്യതയുണ്ട്. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവർ ആയിരിക്കാം. പൂയം നക്ഷത്രം 41 കേട്ടോ. ലെറ്റർ യു. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം.